الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹമുള്ള വിശ്വാസികളെ, നമ്മേറെ ഇഷ്ടപ്പെടുന്ന പ്രപഞ്ചലോകങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ രണ്ടാമത്തേതും അതേപോലെ തന്നെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ഇബാദത്ത് മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റിയായ ഇബാദത്ത് നമസ്കാരം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം തൻ്റെ നമസ്കാരമാണെന്ന്. നമസ്കരിക്കുന്ന ആളുകൾക്ക് മഹത്തായ പ്രതിഫലങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം കൂടിയാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഒരിക്കലും അള്ളാഹു ലംഘിക്കുകയില്ല. അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ
പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അതിനുള്ള പുണ്യം അള്ളാഹു നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തതാണ്. ഓരോ നമസ്കാരങ്ങൾക്കും അതിൻ്റെതായ മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുണ്ട്. എന്നാൽ മുസ്ലിം ഉമ്മത്ത് നിസ്കാരത്തെ കുറിച്ചിട്ട് അറിയുമെങ്കിലും നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട പല ആളുകളും ചില നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നിസ്കാരത്തിന്റെയും ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കൂട്ടത്തിൽ ഫജ്ർ നമസ്കാരത്തിന്റെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ നിസ്കാരത്തിന്റെ പ്രതിഫലം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ഈ നിസ്കാരത്തിന്റെ പുണ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു മഹല്ലിലെ ആളുകൾ ഒരിക്കലും ആ മഹല്ലിലുള്ള പള്ളികൾ ഫജ്റിന്റെ സമയത്ത് കാലിയായി തീരുകയില്ല. ഇതിന്റെ പുണ്യങ്ങൾ മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ വീടുകളിൽ കിടന്നുറങ്ങാൻ അവന് സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ ഫജ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞു, മൻ സല്ല സുബ്ഹ ഫഹു ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കുന്ന. നമ്മൾ ആലോചിച്ച് നോക്കിയട്ടെ, നമ്മുടെ വീടിൽ, നമ്മുടെ പുറത്ത് രാത്രി കാലങ്ങളിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ ഒരു കാവൽക്കാരനെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സമാധാനത്തോടെ വീട്ടിൽ കടന്നുറങ്ങും. കാരണം എന്താണ്? പുറത്തൊരാളുണ്ട്. അതുകൊണ്ട് പുറത്ത് എന്ത് സംഭവിച്ചാലും, ആരെങ്കിലും കയറി വരികയാണെങ്കിലും അത് നമ്മൾ നോക്കേണ്ടതില്ല. അത് അയാള് ശമ്പളം കൊടുത്ത് വെച്ചതാണ്, അത് അയാൾ കൃത്യമായി നോക്കിക്കൊള്ളും എന്നുള്ള ഒരു സമാധാനം നമ്മുടെ മനസ്സിലുണ്ടായിത്തീരും. എന്നാൽ സഹോദരന്മാരെ, അതിനേക്കാളും ഏറെ സമാധാനം ലഭിക്കുന്ന, സുരക്ഷിത ബോധം ലഭിക്കുന്നതാണ് അള്ളാഹുവിന്റെ സംരക്ഷണം എന്നുള്ളത്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നവരെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. മറിച്ച് അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായിക്കൊണ്ട് ഒരാൾ സുബഹി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ പരിപൂർണമായ സംരക്ഷണത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. പുരുഷന്മാർ എല്ലാവരും എന്താണ്? സുബഹിക്ക് പള്ളിയിലേക്ക് വരേണ്ടതാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നമ്മുടെ മഹല്ലിലുള്ള പള്ളികൾ സുബഹിക്ക് കാലിയാകും? എങ്ങനെയാണ് നമുക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ സാധിക്കുക? രാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ട് പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഉമ്മമാരെ, എങ്ങനെയാണ് പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികൾ നിങ്ങളുടെ വീടുകളിൽ കിടന്നുറങ്ങാൻ സാധിക്കുക? ഇതിന്റെ പുണ്യം മനസ്സിലാക്കിയ പ്രിയപ്പെട്ട സഹോദരിമാരെ, എങ്ങനെയാണ് അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ വേണ്ടി തന്റെ ഭർത്താവിനെ പള്ളിയിലേക്ക് അയക്കേണ്ടതില്ലേ? എങ്ങനെ ഭർത്താവിനെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കും? എങ്ങനെയാണ് സാധിക്കുക? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുബഹി ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മളൊക്കെ രാത്രി നേരത്ത് സുദീർഘമായി നിസ്കരിക്കുന്ന നിസ്കാരം ഉണ്ടെങ്കിൽ കൊല്ലത്തിലെ ഒരു മാസമാണ് അത് തറാവിയുടെ സമയം. അത് തന്നെ എങ്ങനെയാണ് നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ എന്ന് നമ്മൾ ആലോചിക്കുക. ഒന്ന് അല്പം ദീർഘിച്ചു പോയാൽ തന്നെ പ്രയാസപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആ ഒരു മാസക്കാലം കഴിഞ്ഞാൽ അത്ര സുദീർഘമായി നമസ്കരിക്കുന്നവർ വളരെ വിരളമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ, ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക.
ഇപ്പൊ ജമാഅത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇശാ നിസ്കാരം ഒന്ന് സുബഹി പറഞ്ഞു, രണ്ടാമത്തത് ഇശാ ജമാഅത്ത് പറഞ്ഞു. ഇശായിനും പലപ്പോഴും പള്ളികളിൽ, നമ്മുടെ മഹല്ലുകളിൽ, എല്ലാ മഹല്ലുകളും എടുത്ത് പരിശോധിച്ചു നോക്കുക, ആളുകൾ കുറവാണ്, അലസത കാണിക്കുകയാണ്. റസൂൽ പറഞ്ഞു, ആരെങ്കിലും ഇശാ ജമാഅത്ത്, ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയിൽ പകുതി നമസ്കരിച്ചവനെ പോലെയാണെന്ന്. നമുക്ക് അങ്ങനെ നിന്ന് നിസ്കരിക്കാനോ കഴിയില്ല, പക്ഷെ അതിന്റെ പുണ്യമെങ്കിലും സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതില്ലേ? അതിന് ഇത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇശാ ജമാഅത്തിന് വേണ്ടി അവൻ ഓടിയെത്തും. കാരണം എന്താണ്? രാത്രി പകുതി നമസ്കരിച്ചവന്റെ പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമതോ വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു. ഒരാള് ഫജ്ർ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, വീട്ടിൽ നിസ്കരിച്ചതല്ല, ഒറ്റയ്ക്ക് നിസ്കരിച്ചതല്ല പറഞ്ഞത്, നമ്മൾ വീട്ടിൽ നിന്ന് നടന്നു വരുന്ന സമയത്ത് ഈ ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ആരെങ്കിലും ജമാഅത്തായി ഫജ്ർ നമസ്കരിച്ചു കഴിഞ്ഞാൽ സല്ലൽ ലൈല കുല്ലഹു, രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്ങനെ കടന്നുറങ്ങാൻ നമുക്ക് സാധിക്കും? വീട്ടിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഓടിയെത്താൻ നമുക്ക് സാധിക്കും. ഈ പുണ്യം മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇശാ സുബഹി ജമാഅത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചവർക്കേ ഈ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് രണ്ടും ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, പരിശുദ്ധ ഹജ്ജൊക്കെ നിർവഹിക്കണം, ഉംറ നിർവഹിക്കണം. അത് നിർവഹിക്കണമെങ്കിൽ സാമ്പത്തികമുണ്ടാവണം, ശാരീരികമായിട്ടുള്ള കഴിവുണ്ടാവണം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ തൗഫീഖും ഉണ്ടായിത്തീരണം. ഇതുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മുടെ പണമൊന്നും ചെലവഴിക്കാതെ തരത്തിൽ ഈ ഹജ്ജിന്റെയും ഉംറയുടെയും പുണ്യങ്ങൾ കിട്ടാൻ കാരണമായി തീരുന്ന നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സുബഹി ജമാഅത്താണ്. മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ആരെങ്കിലും പ്രഭാതത്തിൽ ജമാഅത്തായി നിസ്കരിക്കുകയും അഥവാ സുബഹി നമസ്കാരം, ثم قعد يذكر الله حتى تطلع الشمس, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ അല്ലാഹുവിന്റെ ഭവനത്തിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അവൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ സ്മരണയിൽ ഇരിക്കുകയാണെങ്കിൽ, ثم صلى ركعتين, എന്നിട്ട് അവൻ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു, കാനത ലഹു കാജിരി ഹജ്ജതി വഉംറ. എങ്ങനെയാണ് അവനുള്ള പുണ്യമാണ് പഠിപ്പിച്ചത്? അവൻ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് അതിൽ പറയുന്നത് ഇത് 3 പ്രാവശ്യം റസൂൽ പറഞ്ഞു, പരിപൂർണമായ പുണ്യം. ഹജ്ജ് ചെയ്തവനെ പോലെ എന്നല്ല, അതിന്റെ പുണ്യം കിട്ടും എന്നാ പറഞ്ഞത്. ഉംറ ചെയ്തവനെ പോലെ എന്നല്ല, ഉംറ ചെയ്തതിന്റെ പുണ്യം കിട്ടും. ഇത് എല്ലാ ദിവസവും കിട്ടുന്ന ഒരു കാര്യമാണ്. സഹോദരന്മാരെ, എല്ലാ ദിവസവും കഴിയുന്നില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ? അത് നമ്മൾ പണിയെടുക്കണം. സുബഹി ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരണം. ഒരു തിരക്കുമില്ലെങ്കിൽ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുക, അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാലുള്ള പുണ്യത്തെ കുറിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്, കിട്ടിയവർ തന്നെ വീണ്ടും കിട്ടാനുള്ള പണികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. 4ാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ സദസ്സിൽ മലക്കുകൾ വഴി അറിയപ്പെടാൻ സുബഹി നമസ്കരിക്കുന്നവർക്ക് സാധിക്കുമെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തും. ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞു സുബഹിയും ഇശാവുമാണ് പറഞ്ഞത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സുബഹിയുടെ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. അതേപോലെ തന്നെയാണ് അസറിന്റെ സമയത്ത് പകലിലുള്ള മലക്കുകളും ഇറങ്ങി വരും. എവിടേക്കാണ് വരിക എന്നറിയോ? അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്. ആ ഭവനത്തിലേക്ക് വന്നതിന് ശേഷം അത് ജമാഅത്ത് നടക്കുന്ന സമയത്താണ് വരിക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും,
ഫയസ്അലുഹും റബ്ബുഹും കൈഫ തറക്തും ഇബാദി. നിങ്ങൾ ഇവിടുന്ന് വന്നല്ലോ, സുബഹി ജമാഅത്ത് കഴിഞ്ഞ് സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് എന്റെ അടിമകൾ അവിടെ ഉണ്ടായിരുന്നു, മലക്കുകളും അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ വരുന്ന സമയത്ത്, അസറിന്റെ സമയത്തും നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ അടിമകൾ അവിടെ നിർവഹിക്കുന്നത് എന്താണ് എന്ന് അള്ളാഹു ചോദിക്കുന്ന. അപ്പോൾ ആ മലക്കുകൾ പറയും, അതൈനാഹും വഹും യുസല്ലൂൻ, അതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് അവരിലേക്ക് പോകുന്ന സമയത്ത് അവർ നിസ്കരിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന സമയത്തും അവർ നിസ്കരിക്കുകയായിരുന്നു. ഇത് ആർക്കുള്ളതാ സഹോദരന്മാരെ? നമ്മൾ വീട്ടിൽ കടന്നുറങ്ങി കഴിഞ്ഞാൽ ഇത് കിട്ടുമോ? ആ എഴുത്തിൽ ആ ഹാജറിൽ നമ്മുടെ പേരുകൾ ഉണ്ടായി തീരുമോ? ഇല്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും പള്ളികളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയട്ടെ, സുബഹിക്കും അസറിനും പലപ്പോഴും എന്തെയ്യാണ്, ആളുകൾ കുറയുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈ രണ്ട് സമയങ്ങളിലുമാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, കിടന്നുറങ്ങുന്നത്. ഈ രണ്ട് സമയങ്ങളിലും, സുബഹിയുടെ സമയത്ത്, അതേപോലെ തന്നെയാണ് പിന്നെ അസറിന്റെ തൊട്ടുമുമ്പ് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത്. പിന്നെ അസറിന്റെ ജമാഅത്തിനെ കുറിച്ചുള്ള ഗൗരവമില്ല. ആ അസർ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ, സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ മലക്കുകൾ നമ്മുടെ പേരുകൾ എങ്ങനെയാണ് സഹോദരന്മാരെ അവിടെ രേഖപ്പെടുത്തി വെക്കുക? അള്ളാഹു ചോദിക്കുന്ന സമയത്ത് ആ പേരുകളുടെ കൂട്ടത്തിൽ നമ്മളുമില്ലെങ്കിൽ അത് ഒരു വലിയൊരു നഷ്ടമായിരിക്കും. അഞ്ചാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫജ്റിന്റെ നിസ്കാരത്തെ കുറിച്ചിട്ട് പരലോകത്ത് പരിപൂർണമായ പ്രകാശം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരലോകത്ത് അള്ളാഹുവിന്റെ പ്രകാശം ലഭിക്കുന്നവർ അത് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ശ്രേഷ്ഠതയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിന്റെ പരലോകത്തിന്റെ പ്രത്യേകമായ പ്രകാശം ലഭിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിരിൽ മശാഇന ഫിൽ ദുലമി ഇലൽ മസാജിദ് ബിന്നൂരി ചാബി യൗമൽ ഖിയാമ. ഇരുട്ടിൽ പള്ളിയിൽ നടന്നു പോകുന്നവർക്ക് പരലോകത്ത് പരിപൂർണമായ പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാന്ന്. ഏതാ ഇരുട്ടുള്ള സമയം? ഒന്ന് സുബഹിയാണ്, ഒന്ന് ഇശാ നിസ്കാരമാണ്. ഈ രണ്ട് സമയത്തും ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോകുന്നവർ. ചില ആളുകൾ എന്താ ചെയ്യുക, സുബഹിക്ക് പള്ളിയിൽ പോകും, മറ്റൊരൊറ്റ വക്തിനും പള്ളി പോകില്ല. ചില ആളുകൾ ഇശായിന് പോകും, മറ്റൊരു ഭക്തനും പള്ളിയിലേക്ക് പോകില്ല. കാരണം എന്താണ്? ഏതെങ്കിലും ഒന്നിനൊരു ബർക്കത്തിന് പോയിട്ട് കാര്യമില്ല സഹോദരന്മാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയം എന്താണ്? പുരുഷനാണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ, പുരുഷനാണെങ്കിൽ അവൻ പള്ളിയിലേക്ക് ജമാഅത്തിനെത്തണം എന്നുള്ളതാണ്. അതിന്റെ ഗൗരവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നത്. ഇരുട്ടുള്ള സമയങ്ങളിൽ അവർ പള്ളിയിലേക്ക് പോകുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ മനുഷ്യരെല്ലാവരും പേടിച്ചു നിൽക്കുന്ന സമയമാണ്. എല്ലാവരും പേടിച്ചു നിൽക്കുന്ന സമയം. ആ പരലോകത്ത് വെച്ചുകൊണ്ട് ആ മനുഷ്യനെന്തെയും പരിപൂർണമായ പ്രകാശം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. ആറാമത്തെ കാര്യം, സുബഹിക്കിന് വേണ്ടി പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മളൊക്കെ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തിലാണ് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഒരു ചെറിയ നന്മ പോലും നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണം എന്ന ആഗ്രഹത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പരലോകത്ത് നരകമോചനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത്തരം ആളുകൾ സുബഹി നമസ്കാരത്തിലൂടെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലയ്യൽജന്നാറ അഹദുൻ സല്ല ഖബ്ല തുലൂഇ ശംസ് വഖബ്ല ഗുറൂബിഹാ യഅനി അൽ ഫജ്ർ വൽ അസ്ർ. ഫജ്റും അസ്റും ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവനെന്തെങ്കിലും നരകം സ്പർശിക്കൂല എന്നാണ് പഠിപ്പിച്ചത്. എത്ര പുണ്യമുള്ള കാര്യമാണ് സഹോദരന്മാരെ. ഈ പുണ്യമുള്ള നമസ്കാരമാണ് പലപ്പോഴും നമ്മൾ ജമാഅത്തായി നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. എന്തിന്റെ പേരിലെന്നറിയോ? ദുനിയാവിന്റെ തിരക്കിനിടയിൽ, നമ്മുടെ കച്ചവടത്തിന്റെ തിരക്കിനിടയിൽ. കച്ചവട തിരക്കില്ലാത്തൊരു സമയം സുബഹിയുടെ സമയം, എല്ലാവരും വീടുകളിലുള്ള സമയം, സുബഹിയുടെ സമയം. എന്നിട്ട് പോലും ക്ഷീണമാണ് എന്ന് പറഞ്ഞ് പാതിരാ നേരങ്ങളിൽ വരെ സോഷ്യൽ മീഡിയകൾ മുഴുകിയിരുന്നുകൊണ്ട്
സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഈ പുണ്യം നമുക്ക് നഷ്ടപ്പെടുകയല്ലേ സഹോദരന്മാർ ചെയ്യുന്നത്? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ബർദൈൻ ദഖലൽ ജന്ന. തണുപ്പുള്ള രണ്ട് നിസ്കാരങ്ങൾ, രണ്ട് തണുപ്പിന്റെ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് ഏതാണെന്നറിയൂ? ഒന്ന് സുബഹിയും ഒന്ന് അസ്ർ നമസ്കാരമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ളുഹറും മഗ്രിബൊന്നും ഗൗരവമില്ലാത്തതെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതിന് അതിൻ്റെതായ ഗൗരവമുണ്ട്. പക്ഷേ ഈ നിസ്കാരത്തിന് ഇത്ര ഗൗരവമുണ്ടെങ്കിൽ മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും മടി കാണിക്കുന്ന ജമാഅത്ത് നമസ്കാരമാണ് ഈ രണ്ട് നമസ്കാരങ്ങളും, ഈ മൂന്ന് നമസ്കാരങ്ങളും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഇതിന്റെ ജമാഅത്തിന്റെ ഗൗരവം. അതേപോലെ തന്നെയാണ് നമ്മളെല്ലാവരും നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളാരും ഇതുവരെയും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. കാണണമെന്ന ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ വളരെ സന്തോഷത്തോടു കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സഹാബികളോട് പറയുകയാണ്, പൂർണ്ണ ചന്ദ്രൻ 14 രാവിൽ പൂർണ്ണമായി ചന്ദ്രനെ ഒരു മറയുമില്ലാത്ത രീതിയിൽ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും, വളരെ കൃത്യമായി കാണുവാൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇതുപോലെ അള്ളാഹുവിനെ പരിപൂർണമായി നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫ്അലു. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ സൂര്യോദയത്തിന് മുമ്പും അതേപോലെ തന്നെ സൂര്യാസ്തമയത്തിന് മുമ്പുമുള്ള നിസ്കാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക എന്നാണ്. അഥവാ അസ്ർ നമസ്കാരവും സുബഹി നമസ്കാരവും, ഇത് രണ്ടും നിങ്ങൾ നിസ്കരിച്ചാൽ, ജമാഅത്തോടു കൂടി നമസ്കരിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, അള്ളാഹുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അള്ളാഹുവിനെ പരിപൂർണമായി കാണാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെങ്കിൽ ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നിസ്കരിക്കുന്നതിലൂടെ എല്ലാവരും നിസ്കരിക്കുകയാണ്, അതുകൊണ്ട് ഇന്റെ സമയത്ത് ഞാൻ നിസ്കരിക്കാന്നല്ല. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ സഹോദരന്മാരെ? നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നിസ്കരിക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതല്ല പറഞ്ഞത്, അതിൻ്റെ വക്തിനനുസരിച്ച് കൊണ്ട് നിസ്കരിക്കണം എന്നാണ്. അതിന്റെ വക്തനുസരിച്ച് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, നിസ്കാരത്തിൽ ഏറ്റവും നല്ല നിസ്കാരം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ അവ്വൽ വക്ത് നിസ്കരിക്കുക, അതാണ് ഏറ്റവും നല്ല നിസ്കാരം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമുക്കൊക്കെ എത്ര ജമാഅത്തുകൾ നഷ്ടപ്പെടാറുണ്ട് എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. അതേപോലെ തന്നെയാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. എല്ലാ സുന്നത്ത് നമസ്കാരത്തിനും അതിൻ്റെതായ പുണ്യങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, 12 റക്അത്ത് റവാത്തിബ് നമസ്കരിക്കുന്നവർക്ക്, 12 റക്അത്ത് റവാത്തിബ് സുന്നത്തായ നിസ്കാരങ്ങൾ, ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നവർക്ക് എന്തുണ്ട്? സ്വർഗത്തിലൊരു വീടുണ്ടെന്നാണ്. സ്വർഗത്തിലൊരു വീടുണ്ടെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷേ സുന്നത്ത് നിസ്കരിക്കാൻ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്കെന്താണ്? പലപ്പോഴും മടിയാണ് സഹോദരന്മാർ. ഈ പുണ്യമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എന്നാൽ ഇതിന് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബഹിയുടെ 2 റക്അത്ത്, സുബഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അതെന്താണ്? ഇഹലോകവും അതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല സഹോദരന്മാരെ. കാരണം ദുനിയാവെന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്കും എന്താണ് നിങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ അത്ര പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. കേവലം സുന്നത്തിന്, കേവലമായിട്ടുള്ള സാധാരണ സുന്നത്തിന് വലിയ പുണ്യമുണ്ടെങ്കിൽ സുബഹി ജമാഅത്തിന്റെ മുമ്പുള്ള 2 റക്അത്തിന്റെ പുണ്യം എത്രയാണ് എന്നും കൂടി നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും 2 നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ പ്രവാചകൻ ഒഴിവാക്കില്ല. ഒന്ന് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരമാണ്. അത് എന്തുകൊണ്ടാണ്?
അതിൻ്റെ പുണ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടാമത്തത് രാത്രി നിസ്കാരമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഒഴിവാക്കാറില്ല എന്നാണ്. ഇനി നമ്മൾ ആലോചിക്കുക, നമുക്ക് ആരോഗ്യമില്ലേ? ഉണ്ട്. വാഹനമില്ല വരാൻ 2, 3, 4 കിലോമീറ്റർ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയും, പരാതിയായിട്ട് പറയും, ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്തിട്ടായിരിക്കണം ഞാൻ വരേണ്ടതും. പക്ഷേ വാഹനമുണ്ട് സഹോദരന്മാരെ, വാഹനം ഓടാനുള്ള സൗകര്യങ്ങളുണ്ട്, നമുക്ക് നടക്കാനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ മഹല്ലുകളിൽ സുബഹി ജമാഅത്തിന്, ഇശാ ജമാഅത്തിന് നമ്മൾ വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഗൗരവം എത്രയാണ് എന്ന് കൂടി ആലോചിക്കണം. കാരണം നമ്മുടെ മരണം എപ്പോഴാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. മരണം എപ്പോഴാണെന്ന് പറയാനില്ല. ഒരു പിന്നെ പറയാതെ വരുന്ന ഒരു അതിഥിയാണ്. അത് വിളിക്കുന്ന സമയത്ത് പോകേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ നിസ്കാരത്തിൻ്റെ ഗൗരവം, ഈ നിസ്കാരത്തിൻ്റെ പുണ്യം നമ്മൾ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാരണവുമില്ലാതെ സുബഹി ജമാഅത്തും അസ്ർ ജമാഅത്തും ഇശാ ജമാഅത്തും ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സുബഹി ജമാഅത്തിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ അസ്റിൻ്റെയും ഇശാ നമസ്കാരത്തിൻ്റെയും പുണ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. സുബഹി ജമാഅത്ത് ഒഴിവാക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇനി ജമാഅത്ത് പോയിട്ട് നമസ്കാരം പോലും ഒഴിവാക്കുന്ന എത്രയോ ആളുകളെ കാണുവാൻ സാധിക്കും. രാവിലെ അള്ളാഹുവിന്റെ ഭവനത്തിൽ വെച്ചുകൊണ്ട് ബാങ്ക് വിളിച്ച് ബാങ്കിന്റെ സമയം കഴിഞ്ഞാലും വീടുകളിൽ നിന്ന് ഉണരാത്ത എത്രയോ മുസ്ലിം വീടുകളുണ്ട് സഹോദരന്മാരെ. പലപ്പോഴും ജമാഅത്തുകൾ കിട്ടാത്തവർ, പൂർത്തിയെത്തിയ നമ്മുടെ മക്കൾ, ചിലപ്പോൾ ഉമ്മയും ഉപ്പയൊക്കെ നിസ്കരിക്കും. പ്രായപൂർത്തിയെത്തിയ നമ്മുടെ മക്കൾ സുബഹയ്ക്ക് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരെ കാണുവാൻ സാധിക്കും. അവരെപ്പോഴാണ് നിസ്കരിക്കുക? അവരെപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? അന്ന് നിസ്കരിക്കുക. അതാര് ശീലിപ്പിച്ചതാ? നമ്മൾ ശീലിപ്പിച്ചതാണ്. എന്തേ കാരണം പറഞ്ഞത്? എൻ്റെ കുട്ടി +2 പഠിക്കുന്നത്, എൻ്റെ മകൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ രാത്രി 1 മണി വരെ ഇരുന്ന് ഉറങ്ങിയവളാണ്, ഇരുന്ന് പഠിച്ചവളാണ്. അതുകൊണ്ട് അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവൾ കുറച്ചും കൂടി ഉറങ്ങിക്കോട്ടെ. അത് ആര് ശീലിപ്പിച്ചതാ? നമ്മൾ ശീലിപ്പിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കിയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകുൻ നാറ. വിശ്വാസികളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാ പറഞ്ഞു പിടിച്ചത്. നമ്മൾ മാത്രമല്ല, ഉമ്മയുപ്പ നിസ്കരിക്കുക, മക്കൾ കിടന്നുറങ്ങുക എന്നുള്ളതല്ല. ആ മക്കളെയും എഴുന്നേൽപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ സമയത്ത് തന്നെ കൃത്യമായി നിസ്കരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം സഹോദരന്മാരെ? ആ മക്കളോട് നീ കൽപ്പിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുബഹി ജമാഅത്തിന് എത്താത്തവരുടെ വീട് ഞാൻ കത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ കൽപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര വീടുണ്ടാവും നമ്മുടെ മഹല്ലിൽ? നമ്മുടെ നാട്ടിൽ എത്ര വീടുകൾ ഉണ്ടാവും? പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. റസൂല് പറയാൻ, സുബഹി ജമാഅത്തിന് വരാതെ വീടുകളിൽ കിടന്നുറങ്ങുന്ന, വീടുകൾ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂല് പറയുന്നു, അവരെ എന്ത് ചെയ്യും? പിന്നെ ജമാഅത്തിന് വേണ്ടി ഒരാളെ അവിടെ തയ്യാറാക്കി വെച്ച് വിറകും ശേഖരിച്ചുകൊണ്ട് അവരുടെ വീടുകൾ കത്തിച്ച് കരിക്കാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീടുകൾ എപ്പോൾ കരിഞ്ഞു പോകും സഹോദരന്മാരെ? എപ്പം കരിഞ്ഞു പോകും നമ്മളൊക്കെ വീടുകൾ?
അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സുബഹി നമസ്കാരം ഒഴിവാക്കുന്നവരെ സംബന്ധിച്ച് മുനാഫിക്കായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നമ്മൾ ഒന്നും കൂടി ചിന്തിക്കുക, നമ്മൾ മുനാഫിക്കാണോ ഇല്ലയോ എന്ന് മറ്റുള്ളവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്വന്തം ചോദിച്ചു നോക്കുക. അതിന്റെ അലാമത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? റസൂൽ പറഞ്ഞു, ഇന്ന അക്തല സ്വലാത്തി അലൽ മുനാഫിഖിൻ സ്വലാത്തുൽ ഇശാ വസ്സലാത്തുൽ ഫജ്ർ. മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഭാരം, ഒരു പ്രയാസം ഉള്ള നിസ്കാരമുണ്ടെങ്കിൽ അത് ഇശാ നിസ്കാരവും ഫജ്റാണ്. നമ്മൾ സ്വന്തം ആലോചിച്ച് നോക്കുക, എനിക്ക് എത്ര ഫജ്ർ നിസ്കാരവും ഇശാ നിസ്കാരവും ജമാഅത്തായിട്ട് കിട്ടാറുണ്ട്. എനിക്കൊരു ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിപ്പിച്ചത് എന്ന് കൂടി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹർവൻ. ഇതിന്റെ പ്രതിഫലമെങ്ങാനും അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇതിന്റെ ഈ രണ്ട് നിസ്കാരത്തിന്റെ പ്രതിഫലമെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ അവന് നടക്കാൻ പറ്റൂലെങ്കിലും മുട്ടഴിഞ്ഞുകൊണ്ടെങ്കിലും എന്ത് ചെയ്യും? അവൻ ജമാഅത്തിന് വരുമെന്ന. നമുക്കെന്താ പ്രശ്നം? രണ്ട് കാലുണ്ട്, ആരോഗ്യമുണ്ട്, വാഹനമുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ട് നമുക്കെന്തില്ല? വരാൻ പറ്റുന്നില്ല. അതെന്താണെന്നറിയോ സഹോദരന്മാരെ? എന്താണെന്നുള്ളത് ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുട്ടഴിഞ്ഞുകൊണ്ടെങ്കിലും അവൻ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യും? ശ്രദ്ധിക്കുന്ന പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ നിസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഒരൊറ്റ ജമാഅത്ത് പോലും ഒരു കാരണവുമില്ലാതെ ഞാൻ ഒഴിവാക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ വീടുകളിൽ സുബഹിയുടെ സമയത്ത്, ഇശാഇന്റെ സമയത്ത്, അസറിന്റെ സമയത്ത് ഭർത്താക്കന്മാർ കടന്നുറങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. എൻ്റെ ഭർത്താവ് ക്ഷീണിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് ഉച്ചനേരത്ത് വന്ന് കിടന്നതാണ്. ഏതായിരുന്നാലും അവർ കിടന്നുറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. അവരെപ്പോഴാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ നിസ്കരിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. ബാങ്കിന്റെ അടുപ്പിച്ചുകൊണ്ട് അവരെ വിളിക്കണം, ഇതാ ജമാഅത്തിന്റെ സമയമായി, പോകണമെന്ന് പറയാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. അവിടെയാണ് ഏറ്റവും വലിയ വിജയം സഹോദരന്മാരെ. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇത്ര ഗൗരവം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ഇതിന്റെ ഗൗരവം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ ചിന്തിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹു പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മതത്തിന്റെ യഥാർത്ഥ അനുയായികളായി ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. പലപ്പോഴും പല മരണങ്ങളും വാർത്തകൾ എത്തുന്നത് വളരെ പെട്ടെന്നാണ്. മരണം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുകയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചുമാറാകട്ടെ. അതേപോലെ തന്നെ സഹോദരന്മാരെ, രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് നൽകി, ആരോഗ്യം നൽകി അനുഗ്രഹിച്ചുമാറാകട്ടെ. സകലമാന തിന്മയിൽ നിന്നും മാറി നല്ലൊരു ജീവിതം നയിക്കുവാൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവരും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിച്ചുമാറാകണമേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.